പോരെ പോരെ മീറ്റിംഗ് ആണ്. RSSന്റെ ജനറൽ സെക്രട്ടറിയെ MR കുമാർ പോയി കണ്ടു. അതിനുശേഷമാണ് പൂരമായത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നൂതനായാണ് ഒരു CPM RSS സെറ്റിൽമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നിൽ ഉണ്ടായി. അങ്ങനെയാണ് തൃശ്ശൂർ ജയിച്ചത് BJP എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. അത് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കണം. അദ്ദേഹത്തിന്റെ ആരോപണത്തിനൊന്നും ഇപ്പം മറുപടി പറഞ്ഞ് പോകാൻ കഴിയുന്ന ഒരു സംഗതിയല്ല. കാരണം അത് തെരുവേണ്ട കൊടുക്കട്ടെ എന്ന്, അന്വേഷിക്കുന്നവരുടെ മുമ്പാകെ കൊടുക്കട്ടെ. അദ്ദേഹം എന്തെല്ലാം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. 2016 മുതൽ അധികാരത്തിൽ വന്ന പിണറായി വിജയൻ ഗവൺമെന്റിന്റെ രാജിക്ക് വേണ്ടി എത്ര സന്ദർഭങ്ങൾ അവർ പറഞ്ഞു. മുൻ പ്രതിപക്ഷ നേതാവ് രാജിയുടെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഈ പ്രതിപക്ഷ നേതാവ് എത്ര തവണ രാജിയുടെ ആവശ്യം ഉന്നയിച്ച് അന്നേരമൊക്കെ രാജിവെക്കുക എന്നുള്ളൊരു നിലപാടാണോ എടുക്കേണ്ടത്? അങ്ങനെ ചെയ്യാൻ കഴിയുമോ? അപ്പോൾ എനിക്കും ഒരുപാട് അനുഭവമുണ്ട്. ഞാനും ഗവൺമെന്റിൽ പങ്കാളിത്തം ഉണ്ടായിരുന്നല്ലോ. ഇല്ല, അങ്ങനെയൊന്നും നിങ്ങൾ ഇതിനെ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. ഇപ്പോൾ അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിക്കുന്ന ഒരു MLA ആണ്. അദ്ദേഹം ഇപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭാഗമാണ് ഇപ്പോഴും. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ആ ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിനുള്ള ഗവൺമെന്റിന്റെ സമീപനമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിലിപ്പോൾ നിന്നാൽ മതി. ഇനി എന്തെങ്കിലും വരികയാണെങ്കിൽ അപ്പോൾ നമുക്ക് ആലോചിക്കാം. ഇത് എല്ലാവരുടെയും നിലപാടാണ് ഇത് എന്നുള്ള നിലയിലൊന്നും നിങ്ങൾ എത്തണ്ട. ആ നിലപാട് ഗവൺമെന്റ് അംഗീകരിച്ചു. ഗവൺമെന്റ് ഈ പരാതിയുടെ പ്രശ്നങ്ങൾ ഗൗരവമായി പരിശോധിച്ച് ഏതൊരു വ്യക്തി ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് പരിഗണിക്കും. അതിൻ്റെ നിലപാട്, ഗവൺമെന്റ് നിലപാട്. നോക്കട്ടെ, പരാതി ഇപ്പം ഇന്ന് കൊടുത്തിട്ടല്ലേ ഉള്ളൂ. അത് നമുക്കൊന്ന് മനസ്സിലാക്കാനുള്ള ഒരു സമയം വേണ്ടേ? അതെന്താന്നുള്ളത് നോക്കിയിട്ടും ഇത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ മുമ്പിൽ കൊടുത്ത പരാതി എന്താണെന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല. സ്വാഭാവികമായിട്ടും പാർട്ടി കൊടുത്ത പരാതി പാർട്ടിയുടെ മുമ്പിൽ വരുന്ന സമയത്ത് ആരുടെ പേരിൽ പരാതി വന്നു കഴിഞ്ഞാലും ആ പരാതിക്ക് കഴമ്പുണ്ടോ എന്ന് പാർട്ടി പരിശോധിക്കും. ആരുടെ പേരിൽ പരാതി കൊണ്ടുവന്നാലും കഴമ്പുണ്ടോ, പാർട്ടിയുമായി ബന്ധപ്പെട്ടവരാണെങ്കിൽ അതിൽ കഴമ്പുണ്ടോ എന്ന് പാർട്ടി പരിശോധിക്കും. ആരോപണത്തിൽ കഴമ്പുണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ചയും പാർട്ടി സ്വീകരിക്കില്ല. അതാണ് ആർക്കെതിരായിട്ടും അത്തരമൊരു നിലപാടാണ്. ആര് പറഞ്ഞിട്ടുണ്ട്? അതുണ്ടോ നമുക്ക് പരിശോധിക്കാം. അദ്ദേഹത്തിൻ്റെ പരാതി ഉണ്ടല്ലോ, ആ പരാതിയിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ട് എന്നാണോ താങ്കൾ പറയുന്നത്? അപ്പം ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അത്തരം പ്രശ്നങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളെക്കുറിച്ച് പരിശോധിക്കും. അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ഒരു കാര്യവും ഒഴിവാക്കാതെ തന്നെ അത് പരിശോധിക്കും. അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ ഗൗരവമുള്ളതാണ്. അത് നേരത്തെ തന്നെ ഞങ്ങൾ എല്ലാവരുടെയും നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. പാർട്ടി സെക്രട്ടറിയും വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യയുടെ കൺവീനർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ നിലപാട് ഞാനും പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒരേ അഭിപ്രായക്കാരാണ് കാര്യത്തിൽ. അപ്പോൾ അത് പരിശോധിക്കട്ടെ. പരിശോധിച്ച് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇനി ഇടപെടാനുള്ള സന്ദർഭം ഉണ്ടാകുമല്ലോ. അപ്പോൾ നമുക്ക് ആലോചിക്കാം. അത് അല്ല, സുനിൽകുമാറിൻ്റെ പ്രതികരണം വന്നിട്ടുണ്ടെങ്കിൽ അട്ടിമറി ശ്രമം നടന്നല്ലേ, സ്വാഭാവികമായിട്ട് നമുക്ക് പരിശോധിക്കാം. പരിശോധിച്ചതിന് ശേഷം എന്താണ് ഗൗരവമായിട്ട് തന്നെ എടുക്കും. സുനിൽകുമാറിനെ പോലുള്ള ഒരാൾ ആരോപണം ഉന്നയിച്ചാൽ ഗൗരവമായിട്ട് എടുത്ത് പിന്നെ ആര് പറഞ്ഞാലും ഗൗരവമായിട്ട് എടുക്കുക. അപ്പോൾ സുനിൽകുമാർ ഈ ഒരു പ്രശ്നം ഗൗരവമായിട്ട് ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗൗരവമായിട്ട് എടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഈ നിലപാട്. ഈ ഒരു ആശങ്ക നിങ്ങൾക്ക് വേണ്ട. മുന്നണി വളരെ ശക്തമാണ്. മുന്നണിയുടെ ബലത്തെയൊന്നോ അതിൻ്റെ കൂട്ടായ്മയൊന്നും ഇത് ബാധിക്കാൻ പോകുന്നില്ല. ഇപ്പം മുന്നണിയെ അട്ടിമറിക്കാനും ഗവൺമെൻറ് അട്ടിമറിക്കാനും ഒരു സംഘം ശ്രമിക്കുന്നുണ്ട്. ആ കെണിയിൽ ആരും പെടാൻ പോകുന്നില്ല. അതാണ് നമുക്ക് പറയാനുള്ളത്. നിങ്ങൾക്കൊക്കെ അറിയാം.